1.5 വയസ്സുള്ള മകനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞുകൊന്ന കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം 1 ലക്ഷം രൂപ പിഴയടക്കണമെന്നും തളിപ്പറമ്പ് കോടതിയുടെ വിധിയുണ്ട്. ആൺ സുഹൃത്തിനൊപ്പം ജീവിക്കാനാണ് ശരണ്യ കുഞ്ഞിനെ കൊന്നത്. ഓരോ ശിശുരോധനത്തിലും കേൾപ്പും ഞാൻ 1 കോടി ഈശ്വര വിലാപം എന്ന മധുസൂദനൻ നായരുടെ കവിതയിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ കേസിൽ കോടതി വിധി പറഞ്ഞത്. 1.5 വയസ്സുള്ള സ്വന്തം മകനെ അമ്മ കടലിൽ എറിഞ്ഞു കൊന്ന കേസിൽ ശരണ്യയ്ക്ക് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചത്. ഒപ്പം 1 ലക്ഷം രൂപ പിഴയും നൽകണം. ഈ കേസിൽ കോടതി വിലയിരുത്തിയത് ഈ അമ്മ ശരണ്യ ഈ കുഞ്ഞിനെ കൊല്ലുക മാത്രമല്ല, കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം ഈ കുഞ്ഞിൻ്റെ അച്ഛൻ, അതായത് ശരണ്യയുടെ ഭർത്താവിൻ്റെ മേൽ കെട്ടിവെക്കാനുള്ള ശ്രമവും നടത്തി. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷയാണ് കോടതി വിധിച്ചത്. ഈ കേസ് നടക്കുന്നത് 2020 ഫെബ്രുവരി 17-നാണ്. ശരണ്യ കണ്ണൂർ തൈയിലെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കടലിൽ എറിയുകയാണ് ചെയ്തത്. ആദ്യം കുഞ്ഞ് മരിച്ചില്ല. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് തിരികെ വന്ന് വീണ്ടും കുഞ്ഞിനെ എടുത്ത് കടൽ ഭിത്തിയിൽ എറിഞ്ഞു. അങ്ങനെയാണ് കുഞ്ഞ് മരിക്കുന്നത്. ഈ കേസിൽ സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിർണായകമായ ചില തെളിവുകൾ പോലീസിന് ലഭിച്ചു. അത് ശാസ്ത്രീയ തെളിവുകളായിരുന്നു. ശരണ്യയുടെ വസ്ത്രത്തിൽ കടലിൽ നിന്നുമുള്ള ഉപ്പുവെള്ളത്തിൻ്റെ അംശങ്ങൾ കിട്ടി. ഒപ്പം തന്നെ ഒരു ചെരുപ്പും കിട്ടി. ഇതൊക്കെ തന്നെ ശരണ്യയിലേക്ക് ഈ കേസ് എത്തുന്നതിൽ വളരെ നിർണായകമായ തെളിവുകളായി മാറി. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം റയറസ്റ്റ് ഓഫ് ദ റയർ കേസാണ്. ഡെത്ത് സെൻറ്റൻസ് കൊടുക്കണമെന്നാണ് നമ്മൾ കോടതിയിൽ വാദിച്ചിട്ടുള്ളത്. കോടതി വിധി ഏതായാലും അംഗീകരിക്കും. എന്നാൽ ശരണ്യ നിരപരാധി എന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അതുകൊണ്ട് വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. Once I get the copy of the judgment, I will file appeal both against conviction and sentence. We are not admitting the conviction. വിധി കേട്ട് കോടതിയിൽ വെച്ച് ശരണ്യ പൊട്ടിക്കരഞ്ഞു. ഈ വിധിന്യായത്തിൽ ജഡ്ജി ചില പരാമർശങ്ങൾ നടത്തി. കുഞ്ഞുങ്ങളോടുള്ള അമ്മയുടെ സ്നേഹം അനന്തമാണെന്ന് ചൂണ്ടിക്കാട്ടാൻ ഐ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന വരികളാണ് ഈ വിധിന്യായത്തിൽ ഉണ്ടായിരുന്നത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആൺ സുഹൃത്തിനോടൊപ്പം ജീവിക്കാനാണ് ഈ 1.5 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ ശരണ്യ ഇല്ലാതാക്കിയത്. പക്ഷേ ഈ കേസിൽ 2ാം പ്രതിയായിരുന്ന ആൺ സുഹൃത്തിനെ തെളിവുകളുടെ അഭാവത്തിൽ കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിടുകയാണ് ചെയ്തത്. കണ്ണൂരിൽ നിന്നും വിനോദ് മൊറാരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.